ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ജർമ്മനിയിലെ ഇലക്ഷൻ വരാൻ പോവാണ് കേട്ടോ ഫെബ്രുവരി 23 അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, എൻ്റെ പേര് ഡെൽജിൻ ഡേവിസ്. ഞാനിപ്പോൾ കറൻ്റ്ലി ഉള്ളത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനി ഇലക്ഷൻ വരാനിരിക്കെ ഇപ്പം ഉണ്ടായ ഒരു മൃഗീയമായിട്ടുള്ള ഒരു ഇവൻറ്റിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ അഷാഫംബുർഗ് എന്ന് പറഞ്ഞ സിറ്റിയിൽ ഒരു കൊച്ചിനെയും അതുപോലെ ഒരു ആൺകൊച്ചിനെയും അതുപോലെ തന്നെ വേറെ ഒരു ജർമ്മൻ സിറ്റിസനെയും ക്രൂരമായി കുത്തിക്കൊന്ന ഒരു കഥയാണ് കേട്ടോ പറയാൻ പോണേ. അത് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ സിറ്റിസൺ ആയ ഒരു പുള്ളിക്കാരൻ ഇവിടെ അസൈലം സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്ത ഒരു പുള്ളിക്കാരൻ അസൈലം വിസ റിജക്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷാഫംബുർഗ് പാർക്കിൽ ഇതുപോലെ തന്നെ പിള്ളേര് കിൻഡർ ഗാർഡനിലുള്ള പിള്ളേര് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൊച്ചിന് ഒരു കാരണം ഇല്ലാതെ ഈ പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യാണ് ഉണ്ടായത് കേട്ടോ. ആ കൊച്ചിനെ അറ്റാക്ക് ചെയ്ത് മൃഗീയമായി കുത്തിക്കൊന്നതിന് ശേഷം അത് തടയാൻ വന്ന പുള്ളിക്കാരനെയും കുത്തിക്കൊന്നു. അതുപോലെ തന്നെ രണ്ട് ജർമ്മൻ ഡാക്കളും സിറ്റിസൺസും അതുപോലെ തന്നെ തടയാൻ വന്നവരും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ക്രിട്ടിക്കലായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എലക്ഷൻ ടൈമിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഈ പറഞ്ഞ ഇലക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാരണമായിട്ടാണ് എനിക്ക് തോന്നണത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ടീസിനും കാര്യങ്ങളും എല്ലാത്തിനും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇവിടെ ലിങ്കിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഇവന്റ് ഉണ്ടായതോടുകൂടി നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CSU അതുപോലെ തന്നെ AFD ഇവരെല്ലാവരും പറഞ്ഞിരുന്ന നയതന്ത്രമായിരുന്നു എന്ത്, നമ്മുടെ ഇമിഗ്രൻസിനെ പുറത്താക്കണം. അറ്റാക്കുകൾ വീണ്ടും വരുന്നുണ്ട്. ഈ പറഞ്ഞ മാഗ്ഡബർഗ് ഇൻസിഡന്റ്, ഇപ്പോൾ അടുത്ത ഇൻസിഡന്റ് ഇതിപ്പോൾ ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഡിസംബറിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഇപ്പോൾ ജനുവരിയിൽ അടുത്ത ഇൻസിഡന്റ് എന്നുള്ള പോലെയാണ് നടക്കുന്നത്. ഇനി ഫെബ്രുവരി 23 ഇലക്ഷൻ. അപ്പോൾ ഈ ഒരു ഇവന്റിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ CSUവിൻ്റെ ചാൻസലർ ഫ്രീഡിഷ് മേറ്റ്സ് എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടായി ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് ഞാൻ ചാൻസലർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞേക്കണത്. ഈ ഒരു പുള്ളിക്കാരനാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ ചാൻസലർ ആവാനായിട്ട് സാധ്യത വളരെയധികം കൂടുതൽ ഉള്ളത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒരു നയം അനുസരിച്ച് ജർമ്മനിയിലത്തെ ഇമിഗ്രേഷൻ ബോർഡേഴ്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കണം, അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിയായ SPD അടുത്ത് പറഞ്ഞേക്കാണ് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഫ്രീഡിഷ് മേറ്റ്സ് SPD അടുത്ത് അവകാശപ്പെട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ CSU AFD പാർട്ടിയുടെ നയങ്ങൾ ഏകദേശം നല്ല രീതിയിൽ ക്ലോസ് ആയി വരുന്ന സിറ്റുവേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പറഞ്ഞത് ഇമിഗ്രേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അല്ലാത്ത ആൾക്കാരെ തിരിച്ച് നാട്ടിലോട്ട് പറഞ്ഞു വിടണം എന്നുള്ള കൺസെപ്റ്റാണ് ഇവർ രണ്ടുപേരും പറഞ്ഞേക്കണത്. അപ്പോൾ ഇത് ഇപ്പോൾ വീണ്ടും ഒന്നും കൂടി സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം. ഇതാണ് നമ്മുടെ ഇലക്ഷൻ്റെ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായ കാരണം എല്ലാ പാർട്ടീസും നല്ല രീതിയിൽ ഇളകിയേക്കാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ രണ്ടാമത്തെ ഇൻസിഡൻ്റ് ആണ്. നമ്മുടെ നിയമത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെ ജർമ്മനിയിൽ നിർത്തണേ. ഇപ്പോൾ കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 27% ജർമ്മനിയിലത്തെ ആൾക്കാരും ഏജിങ് പോപ്പുലേഷൻ ആയിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 2030 ആകുമ്പോഴേക്കും ഏകദേശം 30% ആവുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാരണങ്ങളാലാണ് ആൾക്കാരെ എന്തോ പറയുക ജർമ്മനിയിലോട്ട് വെൽക്കം ചെയ്യണേ എന്നായിരുന്നു നമ്മുടെ SPD കാര്യങ്ങളുടെ ഒക്കെ അവകാശങ്ങൾ. പക്ഷെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കയറ്റി വരുന്ന ആൾക്കാരെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കറക്റ്റായിട്ട് നടത്താത്ത കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരണേ എന്നാണ് നമ്മുടെ പാർട്ടീസ് എല്ലാവരും അവകാശപ്പെടുന്നത്. പിന്നെ ഈ ഒരു കാര്യം നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യാമെന്ന് നോക്കി നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു സെക്കൻഡറി സിറ്റിസൺ ആണല്ലോ ജർമ്മനിയിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളോടുള്ള ഒരു ഭാവം മാറാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇന്ത്യൻസിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസ് ഇപ്പോൾ നമുക്ക് പേഴ്സണലി പരിചയമുള്ളവരായാലും ഇതുപോലെ തന്നെ ആർട്ടിക്കിൾസ് വായിക്കുമ്പോഴായാലും അവിടെ ഇന്ത്യൻസിൻ്റെ അടുത്ത് അവർക്ക് പ്രത്യേക ഒരു മതിപ്പാണുള്ളത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ബ്രില്യൻ്റ് ആണ്, അല്ലെങ്കിൽ IT സ്ട്രീമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ടാലൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആണ് എന്നാണ് കുറേ സ്ഥലത്ത് അറിയപ്പെടുന്നത്. കുറച്ച് വേട്ടാവളിയന്മാരുണ്ടെന്നുണ്ടെങ്കിലും ഈ പറയണ പോലെ തന്നെ പൊതു അഭിപ്രായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസ്
നല്ലതാണെന്നാണ് ജർമ്മനിയിൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളോടുള്ളൊരു കാഴ്ചപ്പാട് മാറാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് നമ്മളിപ്പോൾ പറഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഇനി ജർമ്മനിയിലോട്ട് വരാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാൻ പറ്റൂ, ഇനി അത് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണോ, ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ എന്താണ്? അപ്പോൾ കറന്റ് സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ SPD-യുടെ ചാൻസലർ അയക്കുമ്പോൾ തന്നെ ഈ പുള്ളിക്കാരൻ നമ്മുടെ നരേന്ദ്രമോദിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് ഓൾറെഡി 90,000 ഓപ്പണിങ്സ് നമ്മുടെ ഈ ഇന്ത്യക്ക് ഏകദേശം വിസ സ്ലോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, കുറേ ആൾക്കാരുടെ റെക്കോർഡ്സിൽ പറയുന്നത് ഇവിടെ ജോലി സാധ്യത കൂടുതലുള്ള കാരണം, വിസയുടെ കാര്യങ്ങൾ കൂട്ടിയത് കാരണം കുറേ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരും, ജോലി നോക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറൻ്റ് ജോലി നോക്കുമ്പോൾ ഈ ജോബ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടഫാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഇനി എത്രത്തോളം പാടായിരിക്കും ജർമ്മനിയിൽ വരാനായിട്ടെന്ന് ഇനി കണ്ടറിയാം കേട്ടോ. കാരണം ഈ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളും എല്ലാവരും പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡേഴ്സും കാര്യങ്ങളും ഏകദേശം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആവും. പിന്നെ ഇതൊക്കെ ഞാൻ പറയണത് ഫ്യൂച്ചറിലുള്ള നമ്മുടെ ഒരു അവസ്ഥ വരാനായിട്ടുള്ള ചാൻസ് ആണ് കേട്ടോ. കാരണം ഇപ്പൊ ഇങ്ങനത്തെ ഇൻസിഡന്റ് ഒക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കാരണം തന്നെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ജർമ്മനിയുടെ ഒരു പോക്ക് പോണത് കേട്ടോ. അതിനു മുന്നേ ഇനി CSUവും AFD എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെന്ന് പറയുന്നത്. CSU എന്ന് പറയുന്നത് CDU എന്നും പറയും. അപ്പോൾ CSU എന്ന് പറയുന്നത് ബവേറിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അത് ഹോൾ ജർമ്മനിയിൽ പറയണത് CDU എന്നാണ്, ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ. അതാണ് ആ പാർട്ടിയുടെ പേരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു സെന്റർ റൈറ്റ് പാർട്ടിയാണ്. അവരുടെ ഫോക്കസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ഫാമിലി വാല്യൂസ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രിക്റ്റർ ഇമിഗ്രേഷൻ ലോസ്. CDUക്കാർ കറന്റ് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കമിങ് ആണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ അപ്ലിക്കൻസിനെ വെൽക്കമിങ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ് ലേബർ ഷോർട്ടേജ് ഫില്ല് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ സ്റ്റെം സെക്ടറിൽ, IT-ലായാലും എഞ്ചിനീയറിംഗിലായാലും അങ്ങനത്തെ കാര്യങ്ങളിൽ. പക്ഷേ ഇതിന്റെ ഓപ്പോസിറ്റ് പാർട്ടീനെ നോക്കാം. AFD എന്ന് പറഞ്ഞ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പോളിസി എന്ന് പറയുന്നത് സ്ട്രിക്റ്റർ ഇമിഗ്രേഷൻ ലോസ് ആണ്, വളരെയധികം സ്ട്രിക്റ്റ് ആക്കുക. അത് നെഗറ്റീവ്ലി ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അവരധികം നല്ല രീതിയിൽ വെൽക്കമിങ് അല്ല ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അവർ കറന്റ്ലി ജർമ്മൻ ഒറിജിനായ ആൾക്കാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നതും ബോർഡേഴ്സിൽ എല്ലാത്തിനും സെക്യൂരിറ്റി കൂട്ടാനാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. AFDയുടെ ഫുൾ ഫോം വന്നിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഫോർ ഡോയ്ച്ച്ലാൻഡ് എന്നാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഇത് ഒരു ഫാർ റൈറ്റ് പാർട്ടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ നയതന്ത്രങ്ങളും വളരെയധികം സ്ട്രോങ്ങും, അതുപോലെ തന്നെ അവർ non-EU സിറ്റിസൺസിനെ വളരെയധികം വെൽക്കമിങ് അല്ല കേട്ടോ. ഇതൊക്കെയാണ് ഈ ഒരു പാർട്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കറൻ്റ് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ CSU ലീഡ് ചെയ്യുമെന്നാണ് പറയണത്. പക്ഷേ എങ്ങാനും നമ്മൾ CSU AFD ആയിട്ട് കോറിലേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വളരെയധികം അത് നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇമിഗ്രേഷൻ ലോസും കാര്യങ്ങളും എല്ലാവരും സ്ട്രിക്റ്റർ ആക്കും. പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യം മെയിൻ. നിങ്ങൾ ജർമ്മനിയിലോട്ട് വരാനാണോ നോക്കണേ, ജർമ്മൻ പഠിക്കണം, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റ് എക്കണോമിക് ക്രൈസിസ് കാരണം വളരെയധികം ഡൗൺ ആണ്, എല്ലാവർക്കും അറിയാലോ. കാരണം കുറേ അധികം ലേ ഓഫ്സും കാര്യങ്ങളും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് മാർക്കറ്റിൽ ഇപ്പോൾ കുറേ അധികം ആൾക്കാരുണ്ട് സ്കിൽഡ് ആയിട്ടുള്ളവർ. അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് ജോബ്സിന് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിൽ ജർമ്മനി ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ A1 A2 വെച്ച് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കേണ്ട. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിലുള്ള ജർമ്മൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവാനായിട്ടുള്ള സാധ്യതയാണ്. ഞാനിപ്പോൾ പറയണത് കുറേ അധികം പേര് തള്ളി പറയും. ഈ പറഞ്ഞ പോലെ ചേട്ടാ പാർട്ട് ടൈം കിട്ടാനൊക്കെ എന്തിനാ ജർമ്മൻ്റെ ആവശ്യം, പാർട്ട് ടൈം കിട്ടാനൊന്നും ചിലപ്പോൾ ആവശ്യം വരില്ല. പക്ഷെ നിങ്ങളൊരു ഫുൾ ടൈമിലോട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറയണ പോയിന്റ് മനസ്സിലാവും. കുറേ അധികം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊപ്പിക്കാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർവ്യൂ ഫുള്ളി ജർമ്മനാന്ന് പറയുമ്പോഴും ഇപ്പോഴും വിശ്വസിക്കാതെ കുറേ പേരുണ്ട്. നിങ്ങൾ IT-കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജർമ്മനി ഇല്ലാതെ ഇൻ്റർവ്യൂ കിട്ടുന്നുണ്ടല്ലോ, ജോലി കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്ന കുറേ ടീംസ് ഉണ്ട്. പക്ഷേ ജർമ്മനിയിലോട്ട് നിങ്ങൾ വരാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ജർമ്മൻ റിക്വയർമെൻറ്റും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അവസ്ഥയും അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.